അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ചങ്കാള എന്തൊക്കെ വർത്തമാനം റാഹത്തന്നല്ലേ? പിന്നെ ഞാൻ അത്യാവശ്യം എക്സസൈസിൻ്റെ വീഡിയോ ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും വിടല്. അപ്പോളേ നിങ്ങളോടൊക്കെ പറയാനുള്ളതേ, നാളേക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോളി. നേരത്തിന് നിസ്കരിക്കുക, ഇബാത്തുകൾ ചെയ്യുക, സദക്കകൾ കൊടുക്കുക കഴിയുന്ന മാതിരി. പിന്നെ പിന്നെ ഇബാത്തുകൾ തന്നെ വേറെ കൂടുതലൊന്നും പറയാൻ ചെയ്തോളി. ഇപ്പം ഇന്നലെ എൻ്റെ സുഹൃത്ത് അമീർ ഫവാസിലാണ്, ഹൗസ് ഡ്രൈവറാണ്. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം. 53 വയസ്സായി. ഇന്നെക്കാട്ടിൽ എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തി, നല്ല ആരോഗ്യം, ശാരീരികമായിട്ടൊരു അസുഖവും ഇല്ല. അപ്പോഴേ അത് വരാൻ കാരണമേ, അപ്പം എക്സസൈസ് ഒന്നും മരണത്തിന് കാരണമല്ല. ചെയ്താലും ചെയ്തിട്ടില്ല മരിക്കും. സമയത്തിന് എത്ര ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. രോഗത്തിൽ നിന്നും ഒരു മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ എക്സസൈസ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന് ഒരു അസുഖമില്ലായിരുന്നു. മരണത്തിന് എന്താണ്? ഒരു കാരണമില്ല, ഒരു സംവിധാനമില്ല, ഒരു മറയില്ല, ഒന്നുമില്ലാതെ സമയത്തിന് പോകും. ഒരു സെക്കൻഡ് അങ്ങോട്ടുണ്ടാവില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടുണ്ടാവില്ല. അപ്പോൾ വിശ്വാസികളായ ആൾക്കാർ നേരത്തിനൊക്കെ അള്ളാഹിൻ്റെ മുന്നേ കുമ്പിട്ടോളി, അതുണ്ടാവും. അതല്ലാണ്ട് ഇങ്ങനെ 4 ആൾക്കാരോട് നല്ലവരാന്ന് പറയിച്ചിട്ട് അള്ളാഹിൻ്റെ അടുത്തൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട ആൾക്കാരെ വിലയിരുത്തലിനൊന്നല്ല അള്ള സ്വീകരിക്കുക. നമ്മളെ ഹൃദയത്തിലേക്കാണ് അള്ള നോക്കുന്നത്. ഓക്കെ, അതിൽ വെച്ച് നിലവാരം പണയം വെച്ചിട്ട് ആരക്കും കുമ്പിട്ട് നിൽക്കും വേണ്ട. ഓക്കെ, ഇതൊക്കെ പറയാൻ കാരണം ഇദ്ദേഹേ ആണ് ഇന്നലെ മരണപ്പെട്ടത്. ഫുട്ബോൾ കളിക്കാൻ പോകും, ആവശ്യത്തിന് എക്സസൈസ്, നല്ല റൂമെന്ന് ജിമ്മൊക്കെ ചെയ്യാനുള്ള നല്ല സൈസ് മനുഷ്യനായിരുന്നു. രാവിലെ വന്ന് കളിയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ വന്ന് ഇവിടെ ഞങ്ങളെ കിലോ 11 അഹീലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോയ വ്യക്തിയാണ്. ഉച്ചക്ക് കുളിച്ച് മാറ്റി ഫ്രഷായി ഒതോടുകൂടി പള്ളിക്ക് ഇരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം നാളേക്കും വേണ്ടി എന്തൊക്കെയോ ചെയ്തിടുന്നുള്ള തെളിവാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നും ഈത്തിക്കാഫിൽ ഇരിക്കുമ്പോൾ ആ മരണം. അള്ളാഹു നല്ല മരണത്തെ നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നേരത്തിന് ഒരു പ്രയാസം മടിയില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്ര ഇങ്ങോട്ട് പറയാനുള്ളൂ. അതിങ്ങനെ പറയാൻ കാരണം, എക്സസൈസ് കൊണ്ട് മരിക്കൂല എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. രോഗത്തിൽ നിന്ന് മുക്തി നേടാമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. മനുഷ്യൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും അതുപോലെ തന്നെ ക്ഷമയും അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.